BJPയുടെ IT സെല്ലും ചത്തു, BJPയുടെ ഗോദി മീഡിയയും ചത്തു. ഇനി ഇതുപോലത്തെ സകല ചെറ്റത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സകലതും ചാകും എന്നുള്ളതാണ് സിമ്പിളായിട്ട് ഇക്കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഗോദി മീഡിയ ചത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അതായത് ഗോദി മീഡിയക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സംഭവിച്ചതും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി. ഇപ്പം അടുത്തത് പറയാനുള്ളത് BJPയുടെ മറ്റൊരു ബാക്ക് സപ്പോർട്ടായിരുന്ന IT സെൽ, BJP IT സെൽ ചത്തുകൊണ്ടിരിക്കുകയാണ്. അന്ത്യശ്വാസം വലിച്ചു ചത്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം അമിത് മാളവിയനെ മാറ്റിയിട്ട് പുതിയ ഹെഡിന്, അതായത് IT സെൽ, BJP സോഷ്യൽ മീഡിയ നാഷണൽ ഹെഡിനൊക്കെ മാറ്റിയത്. അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ 10-11 വർഷത്തിൻ്റെ മേലായിട്ട് അമിത് മാളവിയാണ് ഇതിൻ്റെ ഹെഡ്. എന്നാലോചിച്ച് നോക്കണം. 12 വർഷമായിട്ടേ ഉള്ളൂ മോദി ഭരണത്തിൽ വന്നിട്ട്. ഈ 12 വർഷത്തിൽ 11 വർഷവും കൂടെ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചാരണങ്ങളും കാര്യങ്ങളും ആൾക്കാരുടെ ഇടയിലോട്ട് ഹിന്ദു മുസ്ലിം ഐക്യം ഇല്ലാണ്ടാക്കാൻ, ഹിന്ദു ക്രിസ്ത്യൻ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കംപ്ലീറ്റ് തമ്മിലടുപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ ആയിരുന്നു, BJPയുടെ ബാക്ക് ബോൺ ആയിരുന്നു IT സെല്ല്. സ്പെഷ്യലി വാട്സപ്പ് യൂണിവേഴ്സിറ്റി, ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റാഗ്രാമിൽ അവർ അത്ര എവിടെയോ അവർക്ക് വിട്ടുപോയി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കഴിഞ്ഞ 11 വർഷമായിട്ട് നമുക്കൊരു ഏറ്റവും വലിയ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് BJPയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയാൻ പറ്റുക. കാരണം അത് ഇത്ര വലിയ പഠിപ്പുള്ളവൻ വരെ ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കയറി കഴിഞ്ഞാൽ അവൻ ഒന്നുമല്ലാത്ത വെറും ചാണക മണ്ടനായിട്ടാണ് തിരിച്ചറിഞ്ഞത്. അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഫേസ്ബുക്കിലെ അമ്മാവന്മാരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഫേസ്ബുക്കിൽ കുറച്ച് പ്രായം എന്ന ആൾക്കാരാണ് BJPയുടെ IT സെല്ലിന് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ വളർന്നു വരുന്ന ജെൻസി കൂടുതലും അവർ ഫോക്കസ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമും മറ്റു ചില പ്ലാറ്റ്ഫോമുകളായിരുന്നു. ഇതിലോട്ടൊന്നും ഈ IT സെൽ മേധാവിക്കോ അല്ലെങ്കിൽ ഈ IT സെല്ലിൽ പണിയെടുക്കുന്ന ഈ സൈബർ ഒളികൾക്കോ സൈബർ ഒളികൾക്കോ വേണ്ട പോലെ ഒരു ഗ്രിപ്പ് കിട്ടാണ്ട് വന്നതാണ് ഈ കഴിഞ്ഞ CJP പ്രൊട്ടസ്റ്റിൽ നമ്മളും എടുത്തു കാണുന്ന ഒരു കാര്യം. ഞാൻ ആ ഒരു ന്യൂസ് ഇപ്പോൾ നിങ്ങളതിനെ അറിയാം, നമുക്ക് അമിത് മാളവിയെ മാറ്റിയിട്ടുള്ളൊരു ന്യൂസ് നിങ്ങളതിനെ കണ്ടിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടല്ലോ, റോയിട്ടേഴ്സിൽ വരെ അത് എന്താ പറയുക ഒരു ലേഖനമായിട്ട് വന്നു എന്നുള്ളത്, അതൊരു ആർട്ടിക്കിളായിട്ട് വന്നു എന്നുള്ളതാണ് സത്യം. ഇന്ത്യ PM മോദീസ് BJP റീപ്ലേസസ് സോഷ്യൽ മീഡിയ ഹെഡ് വീക്ക് ആഫ്റ്റർ യൂത്ത് ഈ പ്രൊട്ടസ്റ്റ് എന്നാണ് റോയിട്ടേഴ്സിൽ വരെ വന്നത്. കാരണം ഇവർ വിചാരിച്ചു ഓൾറെഡി ഈ പറഞ്ഞ കുറച്ച് പ്രായമുള്ള അമ്മാവന്മാരെയും അവരുടെ കൂടെയുള്ള മറ്റുള്ള ആളുകളെയും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും വെച്ചിട്ട് ഇനി വളർന്നു വരുന്ന തലമുറ ഇതിലോട്ട് ചാടും എന്നവർ വിചാരിച്ചു. പക്ഷേ ചാടിയില്ല. പിള്ളേർ മറ്റ് പല കാര്യങ്ങളെക്കും ശ്രദ്ധിച്ചു, നാട്ടിൻ്റെ അവസ്ഥകളെക്കുറിച്ച് പഠിച്ചു, നാട്ടിലെ വിദ്യാഭ്യാസ സിസ്റ്റം ഇല്ലാണ്ടാവുന്നതിനെക്കുറിച്ചു, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലോട്ട് വന്നു. ഇതോടുകൂടി ഈ BJP IT സെല്ല് ചത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ദീർഘ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ 100 മില്യൺ അടിക്കുന്ന മോദിയുടെ വീഡിയോസിന് പോലും വെറും 2-3-4 ലക്ഷം ആളുകൾ മാത്രം കാണാൻ തുടങ്ങി. 100 മില്യൺ എന്ന് പറഞ്ഞാൽ 10 കോടിയാണ്. നിങ്ങൾ ആലോചിക്കണം, 10 കോടി പ്രധാനമന്ത്രിയുടെ 10 കോടിയിൽ 9 കോടിയും അത് ഫേക്ക് ബോട്ടായിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ളത് നമ്മൾ പഴയൊരു വീഡിയോ നമ്മൾ കാണിച്ച്, അതായത് വിത്ത് പ്രൂഫ് നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ വിചാരിച്ച പോലെ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടാൽ പോരാ, വളർന്നു വരുന്ന ഇന്ത്യയുടെ 25-30% ഈ ജെൻസി ആയിട്ട് വരുന്ന ആളുകൾ, യുവാക്കളായിട്ട് വരുന്ന ആളുകൾ ഈ പറഞ്ഞ ഒരു നമ്പറിലും പെട്ടിട്ടില്ല എന്നുള്ളതും അവർക്ക് ഇന്ത്യനെ പറ്റി പൂർണ്ണമായിട്ടുള്ള അറിവുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ടും BJPക്ക് ആദ്യമായിട്ട് ഒരു മന്ത്രിനെ തെറിപ്പിച്ച് അവിടെ മുട്ടുമടക്കി മോദിജി നേരിട്ട് ഇൻസ്റ്റാഗ്രാമിൽ, നേരിട്ട് എന്ന് ഉദ്ദേശിച്ച് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, പത്രങ്ങളുടെ മുമ്പിലല്ല, ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട് കളിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞു, അത് നിർത്തി. ഇപ്പോൾ തൽക്കാലം അതൊന്ന് ഒതുങ്ങിയതുകൊണ്ട് ആ റീൽസ് കളിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ ഈ ഒരു അവസ്ഥ, അമിത്ഷാക്ക് ഈ പറഞ്ഞ പാർലമെന്റിലോട്ട് 19 ദിവസം വരാൻ പറ്റാണ്ട് ഒളിച്ചിരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് BJP IT സെല്ല്. പണ്ടത്തെ പോലത്തെ തള്ള് നടക്കുന്നില്ല, അല്ലെങ്കിൽ വിദ്വേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം BJPക്കെതിരെ അല്ലെ BJP കാണിച്ച തെറ്റത്തരങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് വീഡിയോ ഈ പറഞ്ഞ ഇതിലൊക്കെ ഇട്ട് കുറച്ച് സംഖ്യകളെ സന്തോഷിപ്പിക്കുക എന്നുള്ള പരിപാടി ഇനി നടക്കുകയുള്ളൂ. യൂത്ത് ഇത് കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി. ഈ അമിത് മാളവിയെ പോലത്തെ ആൾക്കാരെ കഴിഞ്ഞ 10-11 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ഫാക്ട് ചെക്ക് നേരിടേണ്ടി വന്ന ആൾക്കാരാണ്. കാരണം ഇവരെ അടിച്ചു വിടുന്ന പല സാധനങ്ങളും, അതല്ലെങ്കിൽ BJP IT സെല്ല് അടിച്ചു വരുന്ന സാധനങ്ങളിൽ 95% കള്ളത്തരായിരിക്കും. 5% വരെ അവിടെ നിന്ന് പെടുന്ന എടുത്തൊരു ബാക്കിയെല്ലാം കളവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 11 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഫാക്ട് ചെക്കിന് വിധേയമായിപ്പെട്ട ആളാണ് അമിത് മാളവിയും അമിത് മാളവിയുടെ പോസ്റ്റുകളും എന്നുള്ളൊരു സത്യം കൂടെ ഇതിലുണ്ട്. ഇനി CJP പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് നമുക്കറിയില്ലേ, പലർക്കും പല കമ്പനികൾ ത്രൂ ഓഫർ ചെയ്തിരുന്നു. 20,000 വെച്ച് തരാം, 40,000 വെച്ച് തരാം, റീൽ ചെയ്യൂ. നമുക്കും വന്നിട്ടുണ്ട് ഒരു മെയിൽ. വേറെ ഏതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ, കമ്പനിയുടെ പേരിലാണ് ഈ ഓഫേഴ്സ് വന്നിരുന്നത്. എല്ലാം തകർന്നു, ഒരു രക്ഷയില്ല. അവസാനം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പകരം അവർ മറ്റൊരു RSS കാരനെ കൊണ്ട് ഇരുത്തി. അവിടെ വലിയ സിസ്റ്റത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷേ രാജിവെപ്പിച്ചു എന്നുള്ളതാണ് സത്യം. മോദിജിക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് തന്നെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ വന്ന് റീൽസ് ഇടേണ്ട ഒരു സാഹചര്യം കൂടെ വന്നു. ഇനി ഈ സമയത്ത് ഈ BJPയുടെ ഈ IT സെല്ലിൽ പ്രവർത്തിക്കുന്ന കുറേ പേര് CJP സമരത്തിന് കയറി ചെന്ന സമയത്ത് അവിടുത്തെ പിള്ളേർ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു.
അതിൻ്റെ പോലെ തന്നെ ആയിരുന്നു ബി ജെ പിയുടെ ഈ എന്താ പറയുക ഗോദി മീഡിയയുടെ അവസ്ഥ. അപ്പോൾ രാജ്യത്തെ ആളുകൾക്ക് ബോധം വരുന്നുണ്ട്, ചിന്തകൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ ചിന്തകളിലൂടെ മാറുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇപ്പോഴാണ് ബി ജെ പിക്ക് കണ്ണു തുറന്നത്. അപ്പോഴേക്കും ഐ ടി സെൽ ഏകദേശം ചത്തിരുന്നു. ചത്ത ഐ ടി സെല്ലിന് പുതിയൊരു നേതാവിനെ കൊണ്ടിരുത്തി. ഇനി ഏത് സ്ട്രാറ്റജിയാണ് ഇനി ബി ജെ പി ഇനിയും ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന പരിപാടിയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ കാണേണ്ടി വരും. ഈ ചൈനയിലൊക്കെ നടക്കുന്ന ഫോൺ ഫാമിംഗ് പോലത്തെ സകല പരിപാടികളും നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും നടക്കുന്നുണ്ട്. കാരണം എങ്ങനെ ഈ ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് പല ഫോണുകളെ കണക്ട് ചെയ്ത് വെച്ചിട്ട് അല്ല ബി ജെ പിയുടെ പോസ്റ്റുകളുടെ താഴോട്ട് വലിയ വലിയ നല്ല നല്ല കമന്റുകൾ ഇടുക. അതേപോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് സംസാരിക്കുന്ന പിന്നെ ബി ജെ പി ഐ ടി സെല്ല് കാണിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കാണിക്കുന്ന കൊള്ളരുതായ്മയെ പറ്റി സംസാരിക്കുന്ന ആളുകളുടെ ചാനൽ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് പച്ചത്തെറി വിളിക്കാൻ വേണ്ടിയിട്ടും പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഫോൺ ഫാമിംഗ് പോലത്തെ പല പരിപാടികളും ഈ ബി ജെ പി ഐ ടി സെല്ല് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. കഴിഞ്ഞ 11 വർഷം നമ്മൾ അത് തന്നെ കണ്ടുകൊണ്ടിരുന്നതും. നിങ്ങൾക്കറിയാം ഈ CJP സമരത്തിന്റെ സമയത്ത് മോദിജിക്ക് നേരിട്ട് വന്ന് പറയേണ്ടി വന്നു, എൻ്റെ പൊന്നു മന്ത്രിമാരെ നിങ്ങളെല്ലാവരും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ സജീവമാവും. പണ്ടത്തെ പോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ അന്തം സംഖ്യകൾ മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ നല്ല ജനങ്ങൾ ബോധമുള്ളവർ അതിലില്ല. അതുകൊണ്ട് നിങ്ങൾ പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം എന്നും പറഞ്ഞ് മോദിജി അന്ന് രാത്രി തുടങ്ങിയൊരു പരിപാടി നമ്മൾ കണ്ടു. അതായത് പേടിച്ചു ഉറക്കമില്ലാണ്ടായി പോയി എന്ന് തന്നെ സത്യം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും നമ്മുടെ BJP നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ താഴത്തുള്ള സകല പരിവാരങ്ങൾക്കും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ 157ാമത്തെ സ്ഥാനത്താണ് നമ്മൾ റിപ്പോർട്ടേഴ്സ് എന്താ പറയുക ഇൻഡസിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ BJP ഗവൺമെൻറ് ഏത് രീതിയിലാണ് ഈ ജനങ്ങളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എടുത്തോ അതിൽ നിന്നൊക്കെ ഈ BJPക്കെതിരെ മോദിക്കെതിരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വിവരാവകാശ രേഖ പ്രകാരം ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് വന്നിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ വാർത്ത ഇവിടെ കൊടുക്കാം. അപ്പോൾ അറിയാൻ പറ്റും ഏകദേശം ഓരോ മിനിറ്റിൽ വെച്ചിട്ട് 68 സെക്കൻഡിൽ നമ്മുടെ BJP സർക്കാരിൻ്റെ അടുത്ത് നിന്ന് ഓരോ മെയിൽ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എന്ന കണക്ക്. അതായത് ഇന്ന വീഡിയോ റിമൂവ് ചെയ്യണം ടോട്ടൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഞാൻ ആ വാർത്തയുടെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾ കേട്ട് നോക്കി. ഇതാണ് അവസ്ഥ നമ്മുടെ. ഈ വർഷം മാർച്ച് മുതൽ ജൂലൈ വരെ സമൂഹമാധ്യമങ്ങൾക്ക് നൽകിയ നോട്ടീസുകളുടെ കണക്കാണ് പുറത്തു വന്നത്. ആകെ നൽകിയത് 1,95,000 ബ്ലോക്കിംഗ് നോട്ടീസുകൾ. ഒരു ദിവസം ശരാശരി 1,275 നോട്ടീസുകൾ. ഓരോ 68 സെക്കൻഡിലും ഓരോ നോട്ടീസ് വീതം നൽകുന്നുണ്ടെന്നാണ് വിവരാവകാശ രേഖ. ഏറ്റവും കൂടുതൽ നോട്ടീസ് ലഭിച്ചത് ഇൻസ്റ്റഗ്രാമിനാണ്. 5 മാസത്തിനിടെ 1,00,000-ഓളം നോട്ടീസുകളാണ് നൽകിയത്. ഫേസ്ബുക്കിന് 80,000-ഉം യൂട്യൂബിന് 15,000-ഉം നോട്ടീസുകൾ നൽകി. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അപ്പം IT സെല്ല് പണ്ടത്തെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾക്ക് ബോധം വെച്ചു എന്നുള്ളത് കൊണ്ട് ഇനി ഈ IT സൈബർ ഒളികൾ എന്ത് ചെയ്യും നോക്കാം. നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളിൽ പച്ചത്തെറി വിളിക്കുക. അതായത് നമ്മളെപ്പോലത്തെ ആളുകൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പച്ചത്തെറി വിളിക്കാനും അല്ലെങ്കിൽ പച്ചത്തെറി കമൻറ്റുകളായിട്ട് അതിൻ്റെ ഇടയിലിടാനും അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ പടച്ചു വിട്ടിട്ട് വീഡിയോ ചെയ്യാനും ഒക്കെ ഇത്രയും കാലം നോക്കിയിരുന്നത്. ഇനി പുതിയ മാറ്റങ്ങൾ എന്താണ് വരിക? പുതിയ ആളുടെ പേര് ദീപക് എന്തോന്നല്ലേ, ആ പുതിയ ആളിനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോവുക, ഏത് രീതിയിലാണ് കാര്യങ്ങളുടെ ചിന്ത പോകുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം ഒന്നുകൂടെ എടുത്തു പറയട്ടെ, BJPയുടെ IT സെല്ലും ചത്തു, BJPയുടെ ഗോദി മീഡിയയും ചത്തു. ഇനി ഇതുപോലത്തെ സകല ചെറ്റത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്ന സകലതും ചാകും എന്നുള്ളതാണ് സിമ്പിളായിട്ട് കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.